ലൈവ് ഇട്ടിരുന്നു. എന്താ കാരണം എന്നറിയോ? ഉമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഉമ്മയോട് ഞാൻ ചെയ്തു പോയത് വലിയൊരു തെറ്റാണ്. അപ്പോ ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ വലിയ 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 തെറ്റുകളാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ വന്നു എന്നുള്ളത്. ആരടാ പറഞ്ഞു സാജി നന്നാവില്ല? എന്നിട്ട് വരും, ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ട് വരും. സാജി നന്നായത് കണ്ടില്ലേ ഞങ്ങക്ക്? ഇതാ പറഞ്ഞത്, നന്നാക്കിയ നന്നാകാത്ത ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഫോണ് തുറേന്ന് വരിക, മെസ്സേജ് അതിലപ്പുറം. എന്നാലും ഇജ്ജ് വേണ്ടി വന്നിട്ടോ ഓളെന്ന് ഒതുക്കാൻ. ഇങ്ങനത്തെ ഒരു സാധ്യതയാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു കാരണവശാലും ഉമ്മാക്ക് പോലും തോറ്റു കൊടുക്കാൻ കഴിയൂല എന്ന് ഉറച്ച വിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയും നടന്നിരുന്ന ഒരാളായിരുന്നു ഇവള്. ആരെ കണ്ടാലും നെഞ്ഞത്തേക്ക് കയറുക. ഇവളുടെ ചാനലായിരുന്നു എല്ലാം, ദുനിയാവിന്റെ എല്ലാം ഇവളുടെ ചാനലാണെന്ന് ഇവള് സ്വയം വിചാരിച്ച് നടന്നിരുന്ന സാജിദ ഇപ്പൊ മാപ്പ് പറയാൻ പഠിച്ചു. ആലോചിക്കണങ്ങളെ, മാപ്പ് പറയാൻ പഠിച്ചോളെ. ഞാൻ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ ഉമ്മാനോടൊന്ന് മാപ്പ് പറയും, അതിലൊന്ന് കേക്കട്ടെ എന്നുള്ളത്. അപ്പോ ഇന്നോള് മാനസാന്തരം വന്നിട്ട് ഓള് മാപ്പൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നല്ല ബെടുപ്പായിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷാജി ഒതുക്കിയ ഒരാളാണ് ഷെരീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നെയാണ് ഷെരീഫിൻ്റെ ഈ ഒരു വീഡിയോ കാണാനിടയായത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഷാജിയുടെ ഒരുപാട് വീഡിയോസുകൾ ഇട്ടത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഷെരീഫ് പറഞ്ഞത് 100% ശരിയാണ്. ഷാജിയെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഉമ്മാൻ്റെ തുണിയില്ലാത്ത വീഡിയോ ഇട്ടാലും, അതുപോലെ തന്നെ സഹോദരങ്ങളെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ടാലും, അതുപോലെ ആരെ കുറ്റം പറഞ്ഞ് ആരെ എന്ത് തോന്നിവാസം ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവളെപ്പോലെ തന്നെ കുറച്ച് പേരുണ്ട്. അതുകൊണ്ടാണ് ഇവൾക്ക് ഇത്രയും അഹങ്കാരം എന്ന് തന്നെ പറയാം. ഷെരീഫ് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവള് ഇത്രയും വഷളായതും. ഇവള് സ്വയമല്ല എങ്ങനെയാകുന്നത്, ഇവളെ കൊണ്ട് ഓരോരുത്തർ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോ വീഡിയോസുകളും അതുപോലെ കമൻസുകളും ഷെരീഫ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആ കമൻസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവളെ കുറച്ച് പേരുണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യാനും തരും. എന്ത് സപ്പോർട്ടാണെങ്കിലും നമുക്കൊരിത് വേണം. അപ്പോൾ ഇത്രത്തോളം എല്ലാവരും കൂടെ പുള്ളിക്കാരിയെ വലിച്ചു കീറിയത് കൊണ്ട് അതിൽ മുഖ്യ കണ്ണിയാണ് ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി. ഈ ആൾക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. എന്താ വെച്ചാൽ വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും ഉമ്മാനെയും വാപ്പാനെയും എല്ലാം ഇത്രത്തോളം കുറ്റപ്പെടുത്തിയിട്ടും വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്തിട്ടും തളരാതെ അവൻ മുന്നോട്ട് പോകാൻ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ഒരു ഗട്ട്സ് ഉണ്ടല്ലോ, അതിനാണ് ഷെരീഫിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവൾ ഇത്രത്തോളം ഒതുങ്ങിയതും. ഇവളിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്ത് തോന്നിയവാസം കാണിച്ചാലും ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. അതുപോലെ പേടിയില്ലാതെ തന്നെ ഷെരീഫിൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല. ഇവൾ ചെയ്ത ഓരോ വീഡിയോകളും എടുത്ത് തന്നെയാണ് പുള്ളിക്കാരൻ പ്രതികരിച്ചത് എന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള വീഡിയോ, ഒരു ഉമ്മാൻ്റെ തുണിയില്ലാത്ത വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ഇതിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവളുടെ ആ മനസ്സൊന്ന് ചിന്തിച്ച് നോക്കുക. എത്രമാത്രം അളിഞ്ഞ മനസ്സാണ് അല്ലേ. എന്നിട്ട് പിന്നെ ഈ ക്ഷമയായിട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവളെല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതെല്ലാം സ്പ്രെഡ് ചെയ്യേണ്ടവരെയൊക്കെ സ്പ്രെഡ് ചെയ്തു, എല്ലാവരും അറിഞ്ഞു. റിയാക്ട് ചെയ്യേണ്ടവരൊക്കെ അത് റിയാക്ട് ചെയ്തു. അത് എല്ലാവരും സ്പ്രെഡായി കഴിഞ്ഞു. ഇനി അത് ഡിലീറ്റ് ചെയ്തിട്ടോ ഇവള് ന്യായീകരണമായിട്ട് വന്നിട്ടോ ക്ഷമ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയേണ്ടത്, ഇവിടെ നേരിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ക്ഷമ ചോദിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധിവരെ എല്ലാവരും അംഗീകരിക്കുമായിരിക്കും. എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവളതൊട്ട് ചെയ്യൂല. എന്ന് വെച്ചാൽ ഇവൾ അത്രയ്ക്ക് മാത്രം വിഷം നിറഞ്ഞൊരു ഉടമയാണ്. ഒരു സ്ത്രീകൾക്ക് തന്നെ അപമാനമാകുന്നൊരു വർഗമാണ് ഇവള്. എന്തായാലും ഷെരീഫ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ആളുകൾ പറയാനുള്ളത്, എത്ര ആളുടെ മുമ്പിൽ ലൈവ് കൊണ്ട് നടക്കും? ഈ വെറും ഒരു പെണ്ണാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഉള്ള ജീവിതം ജീവിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ പെണ്ണിന് ജീവിച്ചൂടെന്ന്? പെണ്ണിന് ജീവിക്കാം. പെണ്ണിന് എവിടെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. കാരണം എന്താ അറിയോ, പെണ്ണുങ്ങൾ മുമ്പോട്ട് വരുന്നേ വേണം. അത് അതിന്റെ മര്യാദയിലും, എന്താ പറയാ, കുടുംബത്തിനായാലും നാട്ടുകാർക്കായാലും അവരുടെ ആങ്ങളമാർക്കായാലും അവരുടെ മാതാപിതാക്കൾക്കായാലും മറ്റുള്ളവരുടെ മുമ്പിൽ മാനക്കേട് ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു പെണ്ണിന് ഇറങ്ങി അധ്വാനിക്കുന്നത് കൊണ്ട് ഒരു തെറ്റും ഷെരീഫ് എവിടെയും പറഞ്ഞ വീഡിയോ ഞാൻ ഇവളുടെ കണ്ടപ്പോ തന്നെ ഇവളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ കൈസിന്റെ മാതിരി, കൈസ് അതാ ചെയ്തത്. കൈസ് ഇവൾക്ക് എന്താണ് ഏതാണ് ഇവളെന്നുള്ളത് അറിയാതെയാണ് കൈസ് ഇവളെ ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെയാണ് ഇവളെ കുറിച്ച് നല്ലത് പറയുമ്പോഴാണ് ഓരോരുത്തർ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ടും ഞാനത് പരിപൂർണമായി വിശ്വസിക്കാണ്ടാണ് ഞാൻ അതിന്റെ ഫുൾ എന്നെ കൊണ്ട് അറിയാവുന്നവരൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ഇത് സത്യമാണോ ജനൂനാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഞാൻ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ മുമ്പിക്ക് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരു പെണ്ണിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് മാത്രം ഇറങ്ങി പുറപ്പെട്ടതല്ല. എനിക്ക് പരിപൂർണ്ണ ഉറപ്പായിരുന്നു ഞാൻ സഞ്ചരിക്കുന്ന പാത ശരിയാണ് എന്നുള്ളത്.
എന്നിട്ടും ഞാൻ ഒരു മോശമായിട്ട് ഇന്ന് വരെ അവളെ, അവളുടെ മക്കളെ, അവളുടെ വീട്ടുകാരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവളോടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ട്? അവൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ പല തമാശകളും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് അവള് വലിയ ഉണ്ണിയാർച്ചയായിട്ട് എന്റെ പരിക്ക് വാളും കത്തിയും മടാളും ലൈവും മൊബൈലും ഒക്കെ തൂക്കിയും കൊണ്ടാണ് വന്നിരുന്നത്. അന്നും ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ അവളെ തല്ലൂല. അവളെ തല്ലാതെ നന്നാക്കാൻ പറ്റൂല്ലേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അന്ന് നിങ്ങൾ എന്തേ പറഞ്ഞ? ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട് നന്നാക്കാന്. സാജിദാനെ നന്നാക്കാനൊന്നും അന്നയും കൊണ്ടെന്നല്ല, അന്റെ ഒരു തലമുറയും കൊണ്ടും കഴിയൂലെന്ന്. ഇപ്പൊ എന്താ ഉള്ള അവസ്ഥ? ഞാൻ പറഞ്ഞത് തന്നെ പറയാണ്. ഇത് ഓരോ ദിവസം ഞാൻ പറയുന്നത് എന്താ അറിയോ? ഇപ്പൊ ഇന്നലെ രാത്രി ഞങ്ങള് അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ, ഈ സൂപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡ് ഇവളുടെ വീടാ. അപ്പോ ഞാനും ഉമ്മയും വൈഫൊക്കെ ഉണ്ട്. അപ്പൊ ഇവളുണ്ട് അവിടെ നിന്നിട്ട് ആരോടോ ഭയങ്കര തെറിയ. ഇന്നലെയാണ് ഇപ്പൊ മറ്റേ കുമ്പസാരൊക്കെ കഴിഞ്ഞേക്കണേ. അപ്പൊ ലൈവാണോ നോക്കിയപ്പോ ലൈവ് അല്ല സംഭവം, ആരെ ഫോണിൽ കൂടെ തെറി വിളിക്കണേ. അതെന്തായിക്കോട്ടെ, അത് നിങ്ങൾക്ക് വഴിയായി മനസ്സിലാവും ഈ കുമ്പസാരത്തിന്റെ കഥ എന്താന്നുള്ളത്. കാരണം അവൾ ഇപ്പോഴും ഉമ്മാനോട് നേരിട്ട് പോയിട്ടല്ല പറഞ്ഞേക്കണത്, ഉമ്മാടെ പൊരുത്തം ചോദിച്ചിരിക്കണത്. അവളെ നിലനിൽപ്പിന് നന്നായി ബാധിച്ചിരിക്കണു. ഇപ്പോ എന്ത് പിരിവില്ല, ആളുകൾ മിണ്ടുന്നില്ല, ആളുകൾ കാണുമ്പോ തുപ്പുന്ന അടുത്തേക്ക് കാര്യങ്ങളിൽ ഇപ്പൊ എത്തിയും കൊണ്ടിരിക്കണേ. അപ്പൊ അവൾക്ക് ശരിയാണ്. ഒരാളെ കൊണ്ടും നന്നാക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പറ്റൂല്ലായിരുന്നു. ഇപ്പൊ കൈസും എത്രത്തോളം വീഡിയോ ചെയ്തു, എന്നിട്ടും പുള്ളിക്കാരി ഒരു ഒതുങ്ങിയിട്ടേ ഇല്ല. എന്തൊക്കെയോ എത്ര ആളുകൾ ഇട്ട് അലക്കി, എന്നിട്ടും പുള്ളിക്കാരി ഒതുങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഷെരീഫിന്റെ ആ ഒരു ഇത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രത്തോളം ഒതുങ്ങിയിരിക്കുന്നത് എന്ന് 100% നമുക്ക് പറയാം. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഒരു പെണ്ണ് എന്ത് ചെയ്യാൻ പാടില്ലയോ അതെല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഏത് തരത്തിൽ നോക്കിയാലും പുള്ളിക്കാരെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാനും പുള്ളിക്കാരൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. എന്താണ്, 5 മക്കളെ വളർത്തുന്നത്, ഭർത്താവില്ലാതെ 5 മക്കളെ വളർത്തേണ്ട ആ ഒരു ഗതികേട്, അതൊക്കെ നമുക്ക് 1-2 മക്കളെ തന്നെ നമുക്ക് ആണിൻ്റെ തുണയില്ലാതെ വളർത്താൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഈ 5 മക്കളെ വളർത്തുന്ന ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെ റിസ്ക് തന്നെയാണ്. അതൊക്കെ വെച്ചിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇവള് വെറും പൊട്ടന്മാരാക്കി എന്തൊക്കെയൊക്കെയോ സമൂഹത്തിൽ വന്ന് പറഞ്ഞ്, അതുപോലെ ഇൻ്റർവ്യൂകളിലാണെങ്കിലും എന്താ പറയണമെന്ന് പുള്ളിക്കാരിക്ക് തന്നെ ഒരു ബോധവും പൊക്കണവും ഇല്ലയെന്ന് തന്നെ പറയാം. എന്തൊക്കെയോ വന്ന് പറഞ്ഞു, അത് ഇത്രയും വലിയ പ്രശ്നമായി. ലാസ്റ്റ് ഷെരീഫിൻ്റെ ആ ഒരു ഇതിൽ, ആ ഒരു വീഡിയോയിൽ ഇതൊക്കെ കൊണ്ടാണ് പുള്ളിക്കാരി കുറച്ചെങ്കിലും ഒതുങ്ങിയിരിക്കും. പൂർണ്ണമായിട്ടും ഒതുങ്ങിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ചെങ്കിലും ഒതുങ്ങിയത് അതുകൊണ്ട് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയൊരു തെറ്റ് ഏറ്റു പറയാൻ, ഇപ്പം ഇത്രയും വലിയ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് പബ്ലിക്കിന് മുമ്പിൽ തന്നെ വന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്നൊക്കെ വിളിച്ച് പറയാൻ കാണിച്ചൊരു മനസ്സ്, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ നോക്കിയാലും നമുക്കത് ന്യായീകരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മാത്രം പുള്ളിക്കാരി ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളുണ്ട്. സ്വന്തം ഉമ്മാനെയാണെങ്കിലും കൂടപ്പറപ്പുകളിനെ ആണെങ്കിലും, ആ മുത്തു പറഞ്ഞ ആ വ്യക്തിനെയൊക്കെ വാപ്പ മരിച്ചിട്ട് പോലും അവൾ കാണിച്ചു കൂട്ടിയ ആ ഒരു ധാർഷ്ട്യം ഞാനൊരിക്കലും മരിക്കില്ല, എൻ്റെ മക്കളുടെ സപ്പോർട്ടുണ്ട്, എനിക്ക് 5 മക്കളാണെന്നുള്ള ആ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പഴമക്കാർ പറയുന്നത് പോലെ മാമ്പു കണ്ട് മക്കളെ കണ്ട് നമ്മൾ വിശ്വസിക്കാനേ, നമ്മൾ ഇതാവാനേ പറ്റില്ല. നമ്മൾ മക്കളുണ്ട്, നാളെ മക്കൾ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അവർ നാളെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വെച്ചിട്ട് നമ്മൾ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. മക്കൾക്ക് നമുക്കൊരു കടമയുണ്ട്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടേത് കഴിഞ്ഞ് അവർ നല്ലൊരു ഇത് വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കുക. ആ ഒരു ഇതാണ് നമുക്ക് മക്കൾ. പിന്നെ നമുക്ക് മക്കളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഈ വന്ന കാലത്ത് ഒരിക്കലും നമുക്ക് മക്കളെ കണ്ടിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതും ആൺമക്കളെ വെച്ചിട്ടാണ് ഇവൾ ഇത്രയും വെല്ലുവിളിക്കുന്നത്. എനിക്ക് 5 ആൺമക്കളാണ്, എനിക്കൊന്നും പേടിക്കാനില്ല. ആ 5 ആൺമക്കളും ഓരോ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണ്, അവർ വളർന്നു കഴിഞ്ഞാൽ ഈ ഉമ്മാൻ്റെ പ്രവൃത്തി, ആ മക്കൾക്ക് ഇപ്പോൾ ഇതൊന്നും അറിയാനായിട്ടില്ല. ആ മക്കൾ വളർന്നു കഴിഞ്ഞ് ഈ ഉമ്മാൻ്റെ ഈ പ്രവർത്തികളൊക്കെ കാണുന്ന സമയത്ത് ആ മക്കളത് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് ഷാജിദ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഷെരീഫ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് കേട്ട് നോക്കൂ. അവള് വലിയ നന്നായിട്ട് മാനസാന്തരം വന്നു എന്ന് വിചാരിക്കണവർക്ക് അങ്ങനെ. പക്ഷേ സാജിദാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഈ അക്കൗണ്ടിക്ക് വീണ്ടും ഒന്ന് കാശാണ് വന്നു നോക്കണം, കാണാൻ സാജിദ ആരാന്ന്. അത് നിങ്ങൾക്ക് അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പഴയ സാജിദ ആയിക്കണേ. ഏത് കണ്ണീരും കരച്ചിലും മക്കളുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ചിന്താഗതിയും പ്ലാനിങ്ങും അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ഈ മക്കൾ തന്നെ ആയിരുന്നു കേട്ടോ. ഇവള് ഈ തെറി പറയുമ്പോഴും ഈ അക്രമം കാട്ടുമ്പോഴൊക്കെ ഈ മക്കൾ ഉണ്ടായിരുന്നു. ഈ ഉമ്മാനെ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നുള്ളത് അന്നും ഇവൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ തളരൂല ഷാജി എന്നുള്ള ഒരു ഭാവത്തോടെ ആയിരുന്നു
ഇതൊക്കെ കാട്ടിക്കൂട്ടിയിരുന്നത്. അന്ന് എന്നോട് തല്ലാൻ പറഞ്ഞ പോലെ വീട്ടിക്ക് വന്നപ്പോ ചെകിട്ട് അടക്കി കൊടുക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയോടാ ഞാൻ അന്ന് കൊടുത്തിക്കാണ് ഇതെങ്ങനെ ഒരു മാപ്പ് പറച്ചില് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിയോ? ഇല്ല. ഞാൻ എന്തിയാ പറഞ്ഞ അവളുടെ കാര്യം ഏറെക്കുറെ ഇനി അങ്ങോട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടിങ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് സ്റ്റാർട്ടിങ് അപ്പൊ ഈ മാപ്പ് വരെ എത്തിയില്ലേ? ഇനി ചിലപ്പോ ഇതിന് ഓളന്ന് വൈകുന്നേരം വന്നിട്ടില്ലേ വിട്ട് ആരാണെന്ന് അറിയിക്ക അങ്ങനെ ഇങ്ങനെ ഒക്കെ പറയുമായിരിക്കും. സിറാജ് വെഞ്ഞാറുമൂട് പറഞ്ഞ മാതിരി എത്ര ഡീസന്റ് ആയി പെരുമാറിയിട്ടും കാര്യമില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ കൂതറ സ്വഭാവം വരുന്നു അറിയില്ലേ? അത് ഇടക്കും തലക്കും നാഗവള്ളി ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതുവരെ എത്തും ഇതെന്നുള്ളത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ കേസായിട്ട് അതിന്റെ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. മോളിഞ്ഞിപ്പോ എത്ര മാനസാന്തരം വന്നു എന്ന് പറഞ്ഞാലും ശരി, അങ്ങനെ ഉമ്മാനോട് മാനസാന്തരം വന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉമ്മാടെ അടുത്ത് പോയിട്ട് അവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഉമ്മ ഞാൻ പറഞ്ഞത് തെറ്റായി, പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങളെ ഉടുതുണി ഇല്ലാതെയും അല്ലാതെയും തെറി പറയലും എന്റെ വാപ്പയായ നിങ്ങളെ ഭർത്താവിനെ കൂട്ടി മറ്റേ ഇത്രയും അനാവശ്യം നിങ്ങളെ രഹസ്യബന്ധങ്ങൾ ഞാൻ പുറത്തു വിട്ടതും എന്റെ പെങ്ങന്മാരെ കുറിച്ചിട്ട് ഞാൻ ഇത്രയും മോശം പറഞ്ഞതും അവരൊക്കെ മറ്റ് ഭർത്താക്കന്മാരായിട്ട് മറ്റ് കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് പോലും ഓർക്കാതെ അവര് വ്യഭിചരിച്ച് നടക്കുക എന്ന് പറഞ്ഞതും ഇതൊക്കെ തെറ്റായി എന്നുള്ളത് ആ ഉമ്മാനോട് പോയിട്ട് ഇജ്ജ് ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ പറയടി, ഏതായാലും ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് തന്നെയല്ലേ ചെയ്തത്. അപ്പൊ എന്റെ മാനസാന്തരത്തിന്റെ കഥ എന്താന്നുള്ളത് ഇജ്ജ് എന്റെ കുറച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല, ആ ഒരു ട്രാക്കിൽ അങ്ങനെ ഇജ്ജ് പോയിക്കോ. അത് ഷെരീഫ് നമ്പൂല. എന്തായാലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഉമ്മാനോട് ഇതുവഴി മാപ്പ് പറഞ്ഞല്ലോ, അതന്നെ സന്തോഷം. അപ്പൊ നമുക്ക് അതിന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തായാലും ഓളെ ലൈവില് ഓള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അതെന്താന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ. ഇത്ര ഉയരത്തിലെത്തണം, നമ്മൾ ഉയരത്തില് എത്തണം. ഞാൻ പറയട്ടെ, ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല നമുക്ക്. ഇത്ര ഉയരത്തിലെത്തണം ഏതോ ഒരു നല്ലവനായ ഉണ്ണിയാണ് ആ കമന്റ് ഇട്ടിക്കണത്. ആ കമന്റ് ഇട്ട ഉണ്ണിയോട് പറയാണ് ഇപ്പൊ ഇരിക്കുന്നത് 2ാം നിലയിലാണ്, അവിടുന്ന് എങ്ങനെയെങ്കിലും താഴേക്കൊന്ന് ഇറക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ ഹൗസ് ഓണർ നോക്കണത്. അപ്പൊ നിജ് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ മോൾക്ക് കൊണ്ടുപോയി വെക്കണ്ട. കുറച്ച് മുന്നത്തെ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും പുള്ളിക്കാരി പല ആണുങ്ങളുമായിട്ടുള്ള ചുറ്റിക്കറങ്ങലും ഇതൊക്കെ, മക്കൾ ഒരിടത്ത് മക്കളിനെ ഒരിടത്ത്, അതുപോലെ പുള്ളിക്കാരി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. 2 മക്കൾ ഒരിടത്ത്, 3 മക്കൾ വേറെ ഒരിടത്ത്, 3 മക്കൾ ഇവിടെ ആണെങ്കിൽ ആ മക്കൾ അപ്പുറത്ത്, അങ്ങനെയുള്ള തരത്തിലാണ് പുള്ളിക്കാരി ആക്കിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും അതിനൊരു അറുതി വന്നത് ഷെരീഫ് കാരണം തന്നെയാണ്. അതിൽ 100% ഞാൻ യോജിക്കുന്നു. എന്തായാലും ആ മക്കളെ കൂടെ നിർത്താൻ പറ്റിയല്ലോ. അപ്പം ഇതിലിതാണെങ്കിലും യത്തീംഖാനയിൽ നിന്നാണെങ്കിലും എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ മക്കളെയും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ 5 മക്കളാണെന്ന് വെല്ലുവിളിക്കണ്ട, ആ 5 മക്കളെയും കൂടെ നിർത്തിയിട്ട് പഠിപ്പിക്കണം. അപ്പോൾ വരുമാനം നിലച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ അഹങ്കാരം നിലച്ചു എന്ന് തന്നെ പറയാം. വരുമാനം ഉണ്ടാകുമ്പോൾ എനിക്ക് ആരും വേണ്ട, എനിക്ക് അതുപോലെ വരുമാനമുള്ള സമയത്ത്, പൈസ ഉള്ള സമയത്ത് പല ആണുങ്ങളും അതുപോലെ പല കൂട്ടുകെട്ടുകളും നമുക്ക് വരും. പൈസ ഇല്ലയോ നമുക്ക് ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള നിഴൽ പോലും നമുക്കുണ്ടാവില്ല. പണം ഉണ്ടോ, പണത്തിന് ചുറ്റും എല്ലാ ആളുകളും ഉണ്ടാവും. അത് എവിടെ വേണമെങ്കിലും പറയാം. എന്തൊരു ഇത് വേണമെങ്കിൽ നമുക്ക് പണം ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ വരും, സ്വന്തങ്ങൾ വരും, പലതും നമുക്ക് വരും. പണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു പട്ടിക്ക് പോലും നമ്മളെ വേണ്ടാന്ന് തന്നെ പറയാം. ഇപ്പോൾ പണം നിലച്ചു, ഇപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ അകന്നു പോകാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരി ഒരു പടി ഒതുങ്ങി. എന്നിട്ട് വീഡിയോസുകളൊക്കെ, ഇപ്പോൾ കുക്കിംഗ് വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. കുക്കിംഗ് വീഡിയോകളും അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ഭയങ്കര ശാലീനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ ലൈവിലൊക്കെ ഭയങ്കരമായിട്ട് ഒതുക്കി എന്ന് തന്നെ പറയാം. എന്തായാലും ഇനി ഈ ഒരു രീതിയിൽ തന്നെ പുള്ളിക്കാരിക്ക് പോവുകയാണെങ്കിൽ ഈ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ കുറച്ച് സപ്പോർട്ട് കിട്ടും. അല്ലാതെ ഈ അഹങ്കാരം പിന്നെയും വരുമാനം കൂടുമ്പോൾ അതുപോലെ തന്നെ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു തരത്തിലും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഷാജിദയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.